ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്ന ദശമൂലത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഓരില. ഓക്കെ, ഇത് ദശമൂലങ്ങളിൽ 10 വേരുകളിൽ പെടുന്ന ഒന്നാണ്. അതുപോലെ ചെറു പഞ്ചമൂലത്തിൽ പെടുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്. വേരാണ് ഇതിന്റെ ഔഷധയോഗമായിട്ടുള്ള ഭാഗം. അതുകൊണ്ടാണ് ദശമൂലം. മൂലം എന്ന് പറയുമ്പോൾ വേര്. 10 വേരുകൾ എടുക്കുന്നതിൽ ഒന്ന് ഇതാണ്. ഓരില പ്രത്യേകമായിട്ട് ഹൃദ്രോഗികൾക്ക് വളരെയധികം ഫലപ്രദമാണ്. ഹൃദ്രോഗ സംബന്ധമായ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ ഓരില വേരും കൂടെ ചേർത്ത് വരാറുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഓരിലയുടെ ബൊട്ടാനിക്കൽ നെയിം ഡെസ്മോഡിയം ഗാൻജറ്റിക്കം എന്നാണ്. അതുപോലെ ലെഗുമിനോസെ ഫാമിലിയിലാണ് പെടുന്നത്. ഓരിലയുടെ സംസ്കൃത പദങ്ങൾ സ്ഥിര എന്ന് വിളിക്കും, പ്രശ്നിവർണ്ണി എന്ന് വിളിക്കും, അംശുമതി എന്ന് വിളിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ സംസ്കൃതം പേരുകൾ. ആയുർവേദ ടെക്സ്റ്റുകളിൽ വിളിച്ചു വരുന്ന പേരുകളോട് പറഞ്ഞു എന്ന് മാത്രം. ഇന്ത്യയിൽ പല ഭാഗത്തും, കേരളത്തിലും ആസാമിലും ബംഗാളിലൊക്കെ ഒരു സാധാരണ സസ്യം പോലെ വളർന്നു വരുന്നതാണ്. അധികം പരിചരണമൊന്നും ആവശ്യമില്ല എന്നർത്ഥം. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഒരു അധികം ഉയരത്തിൽ വളരാത്ത ഒരു ഔഷധ സസ്യമാണ്. ഇതിന്റെ ഇലകൾ ഇങ്ങനെ വീശറി പോലെയുള്ള ഒരു ആകൃതിയാണ്. ചിത്രത്തിലൂടെ കാണിക്കാട്ടോ നിങ്ങൾക്ക് ഓരില കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനായിട്ട്. ഇതിന്റെ രാസഘടന പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ വേരിൽ നിന്നെടുക്കുന്ന എക്സ്ട്രാക്റ്റില് റെസിൻസും ആൽക്കലോയിഡ്സും ഓയിൽസിന്റെ ഒക്കെ അംശം കണ്ടുവരുന്നതായിട്ട് പറയപ്പെടുന്നു. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ മധുര തിക്ത രസത്തോട് കൂടിയതാണ്. അതുപോലെ മധുര വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, അതുപോലെ തന്നെ ഗുരു സ്നിഗ്ധ ഗുണത്തോട് കൂടിയതുമാണ്. ആയുർവേദ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ വാത കഫ പിത്ത ദോഷങ്ങൾ, ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാവുന്ന രോഗാവസ്ഥകളെല്ലാം ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഹൃദയത്തിന്റെ പേശികൾ ബലപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശത്തെ നിർവീര്യമാക്കുന്നതിനും ഇൻഫ്ലമേഷൻ, ശോഫം, നീർക്കെട്ട് അതിനില്ലാതാക്കുന്നതിനും സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടും. ഇനി ഓരില വേര് ഉപയോഗിച്ച് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്ന ചില പൊടിക്കൈകൾ നിർദ്ദേശിക്കാം. അതായത് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉള്ളപ്പോൾ, ശരീരത്തിൽ വിഷാംശം ഉള്ളപ്പോൾ, അതുപോലെ ശരീരത്തിൽ ആസകലം നീർക്കെട്ട്, ശോഭം എന്ന് പറയുന്ന അവസ്ഥ ഉള്ളപ്പോൾ ഒക്കെ നമുക്ക് ഈ പൊടിക്കൈ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനായിട്ട് ഓരിലയുടെ വേരാണ് എടുക്കേണ്ടത്. ഓരില വേര് കഷായം വെച്ച് പതിവായിട്ട് കഴിക്കാം. ഓരില വേര് കഷായം തയ്യാറാക്കാനായിട്ട് ഓരില വേര് എടുക്കുക, കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുക്കുക. അതൊരു അരപ്പലം വേണം. അരപ്പലം എന്ന് പറയുമ്പോൾ 30 ഗ്രാം വേണം. അത് നാഴിവെള്ളത്തിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 300 മില്ലി വെള്ളത്തിൽ 30 ഗ്രാം ഓരില വേര് കഴുകി കൊത്തി നുറുക്കി ചതച്ചിടുക, ചെറുതീയരിച്ച് കത്തിക്കുക. എന്നിട്ട് അത് 4-1 വറ്റിക്കുക. 4-1 വറ്റിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 75 മില്ലി ആവും. എന്നിട്ട് അതിന്റെ പകുതി വീതം രാവിലെ വെറും വയറ്റിലും പകുതി രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പും ഇങ്ങനെ പതിവായിട്ട് നിത്യേന ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശത്തെ നിർവീര്യമാക്കുന്നതിന്, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിന്, ഒപ്പം തന്നെ ഹൃദയപേശികൾക്ക് ശക്തി പകരുന്നതിന്, ഹൃദയരോഗ സംബന്ധമായി ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ ശമിപ്പിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. മറ്റൊരു ചികിത്സാ സമ്പ്രദായത്തിലോ മറ്റൊരു ഡോക്ടറുടെയോ ചികിത്സയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടറുടെ അറിവോടും സമ്മതത്തോടും കൂടെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വാദികമായിട്ടുള്ള വാദം വർദ്ധിച്ചുണ്ടാകുന്ന ഹൃദ്രോഗം ആണെങ്കിൽ, ഒരു വാദിക ഹൃദ്രോഗത്തിൽ ഇത് പാൽക്കഷായമായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. പാൽക്കഷായം തയ്യാറാക്കാനായിട്ട് ഇതേപോലെ 30 ഗ്രാം ഓരില വേര് കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർക്കണം. 2 ഗ്ലാസ് ശുദ്ധമായ വെള്ളം ചേർക്കണം. ശുദ്ധമായ വെള്ളവും ശുദ്ധമായ പാലും തന്നെ ആയിക്കോട്ടെ. 1 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് വെള്ളം, 30 ഗ്രാം ഓരില വേര് ചതച്ചിട്ടത്. ഓക്കെ, എന്നിട്ട് അത് ചെറുതീകരിച്ച് ഇളക്കി കുറുക്കി വറ്റിച്ചെടുത്തിട്ട് പാലളവാക്കി വറ്റിക്കുക. 1 ഗ്ലാസ് പാലാക്കുക. എന്നിട്ട് ആ ചണ്ടി പിഴിഞ്ഞു കളയുക. എന്നിട്ട് അത് അരിച്ചെടുത്ത് ആവശ്യമാണെങ്കിൽ അല്പം മധുരം കൂടെ ചേർത്തിട്ട് ദിവസേന രാത്രി ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് സേവിക്കാമെങ്കിൽ ഈ പറഞ്ഞ രോഗാവസ്ഥകൾ, അതുപോലെ വാദിക ഹൃദ്രോഗത്തിൽ പ്രത്യേകമായിട്ട് ഫലപ്രദമാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതുകൊണ്ട് മാത്രം എല്ലാ ഹൃദ്രോഗങ്ങളും പൂർണ്ണമായിട്ട് മാറുന്ന അവകാശപ്പെടുകയില്ല. ഇത് സഹായകരമാവും. തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം നിങ്ങളുടെ ദേഹപ്രകൃതിക്കും ദോഷസ്ഥിതിക്കും രോഗാവസ്ഥയ്ക്കും അനുസരിച്ച് വേണ്ടതായ മരുന്നുകൾ സേവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.